കഴിഞ്ഞ രാത്രി വിളിച്ചതുപോലെ ഏട്ടത്തെയും നിന്ന് വിളിക്കാൻ നോക്കിക്കേ. ആ വിളിക്കേ. ഏട്ടത്തി ഏട്ടത്തി. ഇപ്പൊ ഏട്ടത്തിക്ക് ഒരു കാര്യം ഉറപ്പായി. എന്റെ മോള് തന്നെയാ ആ ശരത്തിന്റെ തലക്കിട്ടൊന്ന് കൊടുത്തതെന്ന്. നന്നായി. ഇനി ഏട്ടത്തെ പതിയെ എന്റെ മോളെ എഴുന്നേപ്പിച്ച് നടത്തും. ഫിസിയോതെറാപ്പിക്ക് അതിൻ്റെതായ ശാസ്ത്രീയമായ രീതികളുണ്ടെന്നാ പറയുന്നത്. നിരഞ്ജൻ സാറ് പറഞ്ഞു തരും. ആ എന്താ മോനെ? അല്ല സിദ്ധാർത്ഥ. സിദ്ധാർത്ഥൻ. ആ വിളിയില് ഒരകൽച്ചയുണ്ടല്ലോ അച്ഛാ. ഏയ് എന്താ സിദ്ധു വന്നത്? ഞാൻ ദേവികയെ അല്ല നിത്യമോളെ കാണാനായിരുന്നു. സിദ്ധു? നിത്യമോള് സിദ്ധുവിന്റെ അനിയത്തി. ദേവികയോട് സിദ്ധുവിനുള്ള ഇഷ്ടവും എനിക്കറിയാം. പക്ഷേ ഉണങ്ങിത്തുടങ്ങുന്ന മുറിവുകൾക്ക് മീതെ വിരലമർത്താതിരിക്കുന്നതല്ലേ നല്ലത്. അല്ലച്ചാ, ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ. നിത്യമോളെ കാണാൻ വന്നതിലെ സന്തോഷമുള്ളൂ. ഓ, സിദ്ധാർത്ഥനോ? അല്ല, ശ്രീബുദ്ധൻ. നിനക്കെന്നാടി പാർവതി ഒരു പുജ്ഞം? കല്യാണം വിളിക്കാൻ വന്നതാണോ സിദ്ധാർത്ഥ? ആഹാ, ആനയിക്കാൻ ആള് വന്നല്ലോ. എന്തിനാ സിദ്ധു വന്നത്? എന്താ ദേവികെ ഒരു അപരിചിതനെ കാണുന്ന പോലെ? അല്ല, അപ്രതീക്ഷിതമായ ഒരു വരവ്. എന്നെ വിളിച്ചപ്പോ പറഞ്ഞു പോലും ഇല്ലല്ലോ. അപ്പോ വിളിയും പറച്ചിലൊക്കെ ഇപ്പോഴും ഉണ്ടല്ലേ? ആയെന്നെ അമ്മ അങ്ങനെ ഒരു ചോദ്യം? ഇന്നലത്തെ മഴയത്തെ ടവറൊക്കെ മറിഞ്ഞു വീണോ? അല്ല, കമ്മ്യൂണിക്കേഷനൊക്കെ കട്ടാവാനായിട്ട് നിത്യമോളെ കാണാൻ വന്നാ സിദ്ധു. ഓ, എന്ന് അല്ലെങ്കിൽ തന്നെ അതങ്ങനെയാണ്. അങ്കവും കാണാം, താളിയും ഓടിക്കാം. ചെന്ന് കാണ്. മോളെ, സിദ്ധുവിന് കുടിക്കാൻ എന്തെങ്കിലും കൊടുക്ക. ഈ ദുർമുഖങ്ങളെ മൈൻഡ് ചെയ്യണ്ട. എന്ന് വെച്ചാലേ എൻ്റെ സ്വന്തം ഭാര്യയെയും സ്വന്തം അമ്മയെയും. സിദ്ധു, ദേവിക, ഞാൻ നിത്യമോളെ കാണാൻ വേണ്ടി മാത്രം വന്നതല്ല. പിന്നെ ഈ വീടും പരിസരമൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ട് വിലയ്ക്ക് വാങ്ങിക്കാൻ വന്നാണോ? ദേവിക പ്ലീസ്, എന്നൊന്ന് മനസ്സിലാക്ക്. സിദ്ധു, നമ്മൾ നല്ല സുഹൃത്തുക്കളാ. സിദ്ധു നാളെ നല്ല ജീവിതത്തിലേക്ക് പോകാൻ ഒരുങ്ങുവാണ്. ആ സിദ്ധുവിന് ആശംസകളും പ്രാർത്ഥനകളും തരാൻ മാത്രമേ എനിക്ക് പറ്റൂ. ദീർഘായുസിനു വേണ്ടി എന്നും പ്രാർത്ഥിക്കും. എന്റെ സുധിയേട്ടൻ ഈ ഭൂമിയിലുണ്ടെന്നുള്ള ഉറപ്പിലും സന്തോഷത്തിലും വേണം എനിക്ക് ഈ ഭൂമിയിൽ നിന്ന് പോവാൻ. അല്ല, നിത്യമോളെ കാണാൻ വന്നിട്ട് എന്റെ മോളോടൊന്നും പറയുന്നില്ലേ? ശരത്തിനെ നിത്യക്കുട്ടി തല്ലി താഴെയിട്ട കഥയൊക്കെ അറിഞ്ഞു കാണുമല്ലേ? അത് സുധിയേട്ടൻ ചെയ്തതായിരിക്കും.
സിദ്ധുവേട്ടനായിട്ടല്ല, സുധിയേട്ടനായിട്ടാ ഞാനിപ്പോ സംസാരിക്കുന്നത്. മോള് ദേവികേടത്തിയോട് എനിക്ക് വേണ്ടി ഒന്ന് സംസാരിക്കണം. എന്നൊന്ന് മനസ്സിലാക്കാൻ പറയണം. സിദ്ധു, നോക്കിക്കോ, എനിക്ക് വേണ്ടി നിത്യമോള് സംസാരിക്കും, സുധിയേട്ടൻ സംസാരിപ്പിക്കും. നിത്യമോളുടെ നാവിന് ചലനം കിട്ടിയാൽ നിത്യമോൾ ആദ്യം പറയുക, ദേവികേടത്തി സിദ്ധുവേട്ടന്റെ ഒപ്പം ജീവിത അവസാനം വരെ ഉണ്ടാവണമെന്നാവും. അല്ലേ മോളെ? മോൾക്ക് കാര്യം മനസ്സിലായി? സിദ്ധു, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. ഗൂഢാലോചനയൊക്കെ കഴിഞ്ഞോ? മുത്തശ്ശി, എന്ത് ഗൂഢാലോചനയാ? മുത്തശ്ശി കുറച്ചുകൂടി ചെറുപ്പമായതുപോലെ. മുഖത്ത് ഭയങ്കര പ്രഭ. അതെ, പ്രഭാവതി അമ്മ കൊടുത്ത ഫോറിൻ പൗഡറിന്റെ തിളക്ക അല്ലേ മുത്തശ്ശി? നീ പോടി അവിടുന്ന്. ഞാൻ ഈ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. ഡോക്ടർ നമസ്കാരം. ഞങ്ങളും ഒരു ഡോക്ടറെ കണ്ടിട്ട് വരുവാ. എന്തു പറ്റി? ഹേയ്, ഒന്നുമില്ല. വക്കീലിനൊരു കുഞ്ഞു പനി, അല്ലാതെ എനിക്കൊന്നുമില്ല. വക്കീലിനോടും വൈദ്യനോടും കള്ളം പറയരുതെന്നാ. ആ, ഡോക്ടർ ശ്രുതിമോളുടെ കാര്യത്തിലൊന്നും പറഞ്ഞില്ല. പറയാം. അക്ഷരയുടെ ഒരു കൺസെന്റിന് വെയിറ്റ് ചെയ്യാം. ഞാൻ വേണമെങ്കിൽ ഒരു മധ്യസ്ഥനായി സംസാരിക്കാം. ഇന്ത്യയും പാകിസ്ഥാനും പോലെയാ അക്ഷരയും വിശാലും. അവിടെ മധ്യസ്ഥ ചർച്ച ഞാൻ അനുവദിക്കാറുമില്ല. എനിക്കൊരു ഒറ്റ തവണ കണ്ടാൽ മതി ശ്രുതിമോളെ. പിന്നെ ഇക്കാര്യം പറഞ്ഞ് ഞാൻ ഡോക്ടറെ ബുദ്ധിമുട്ടിക്കാൻ വരികയില്ല. ഇന്നലെ രാത്രിയും ഞാൻ ശ്രുതിമോളെ സ്വപ്നം കണ്ടു. പണ്ട് നോട്ടുകെട്ടുകൾ സ്വപ്നം കണ്ടിരുന്ന വിശാലിപ്പോ ബന്ധങ്ങൾ സ്വപ്നം കാണുന്നു. നല്ല തമാശ അല്ലേ ഡോക്ടർ? ദൈവവും കാലവും അങ്ങനെ ചില തമാശകൾ ഒപ്പിക്കും വിശാൽ. ദൈവം വരച്ചുണ്ടാക്കിയിരിക്കുന്ന ചിത്രകഥയല്ലേ ജീവിതം. അതിന്റെ അടുത്ത താളിൽ എന്താവും, നമ്മൾ എന്തൊക്കെയാവും എന്ന് ആർക്കറിയാം. സാരമില്ല, അക്ഷരയെ ഞാൻ പറഞ്ഞ് സമ്മതിപ്പിക്കാം. അതിന് പരമാവധി ശ്രമിക്കാം. പക്ഷേ ജയശങ്കർ സാർ ഒരു കാരണവശാലും സമ്മതിക്കത്തില്ല.